രണ്ടാമത്തേതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയാണ് കേട്ടോ. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി വാസ് ഫസ്റ്റ്ലി അഡ്വക്കേറ്റഡ് ഇൻ ദ 19th century by the classical economist David Ricardo and was popularized by the Swedish economist Gustav Cassel in the 20s. അപ്പോൾ 19ാം നൂറ്റാണ്ടിലാണ് ഇത് വന്നത്. ഡേവിഡ് റിക്കാർഡോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്വീഡിഷ് ഇക്കണോമിസ്റ്റ് ഗസ്റ്റർ ആണ് കേട്ടോ, 20s. The theory explains that the exchange rate between countries is determined by the purchasing power of the currencies of those countries, and hence the theory is known as purchasing power parity theory. അപ്പോൾ ഈ തിയറി പ്രകാരം പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യണത് അവർ ഓരോരുത്തരുടെയും കറൻസിയുടെ പർച്ചേസിംഗ് പവർ എത്രയാണോ വന്നത് അതിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിന് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്നത്. Inflation rates of a country have a very significant impact on exchange rates. Inflation rate hikes may force the consumers in the country to go for more important, the export will decline. ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് വരുമ്പോൾ എന്താണ് ഒരുപാട് വ്യത്യാസം എന്ത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതെന്ത് ബാധിക്കണം, എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്, എക്സ്പോർട്ട് എന്ത് ചെയ്യും, കുറയും. A rise in a country's inflation rate increases the price, resulting in a fall of demand for its currency. അപ്പോൾ കൺട്രിയുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ആ രാജ്യത്തെ കറൻസിയുടെ ഡിമാൻഡ് എന്തെങ്കിലും കുറയും. ദീസ് ടു ഫോഴ്സസ് പ്രഷറൈസ് ദ ഹൈ ഇൻഫ്ലേഷൻ കൺട്രീസ് കറൻസി ടു ഡിക്ലൈൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് വരുമ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അത് രാജ്യങ്ങളുടെ കറൻസിയുടെ ഇൻഫ്ലേഷനെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുന്നത്. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ട്രൈസ് ടു ക്വാണ്ടിഫൈ ദിസ് റിലേഷൻഷിപ്പ് ഓഫ് ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി നോക്കുന്നത് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷൻ റേറ്റിനെ എന്താണ് ഒരു സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയമായിട്ട് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത്. This theory states that if similar products are sold in two different countries at different price in the exchange rate would be such that the price would be the same even when quoted in different currency. ഈ തിയറി പ്രകാരം പറയണത് രണ്ട് സിമിലർ പ്രൊഡക്റ്റ് ആണ് വിൽപ്പന നടത്തുന്ന രണ്ട് രാജ്യങ്ങളും രണ്ട് പ്രൈസിനായിരിക്കും കൊടുക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും എന്തായിരിക്കും, പ്രൈസ് വെച്ച് നോക്കുമ്പോൾ സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് കറൻസിയിലാണത് കോട്ട് ചെയ്യണമെങ്കിലും അതുമായി എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടിൻ്റെ പ്രൈസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ₹1 കൊടുക്കുകയാണെങ്കിൽ £1 കൊടുത്തിട്ടുണ്ടെങ്കിൽ $1, അങ്ങനെയുള്ള ഈക്വൽ ആയിട്ടുള്ള കറൻസി വാല്യൂ ആണ് വന്നത്. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഹാസ് ബീൻ പുട്ട് ഫോർവേഡ് വിത്ത് 3 ബേസിക് അസംഷൻസ്. 3 അസംഷൻസിൻ്റെ ബേസിലാണിത് മുന്നോട്ട് പോണത്. ഫസ്റ്റ് പറയണത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നുള്ളതിൽ, നോ കോസ്റ്റ് ട്രാൻസ്പോർട്ടിങ് എ കമ്മോഡിറ്റി ഫ്രം വൺ കൺട്രി ടു അനദർ. ഒരു രാജ്യം മറ്റു രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നൊരു അസംഷൻ. രണ്ടാമത്തത് കൺവേർഷൻ കോസ്റ്റ് ഇല്ല, നോ കോസ്റ്റ് ഓഫ് കൺവേർട്ടിങ് വൺ കറൻസി ടു അനദർ. ഒരു കറൻസിനെ മറ്റൊരു കറൻസി കൺവേർട്ട് ചെയ്യുന്നതിനും കോസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് കോട്ടാസ് ആർ നിൽ. ട്രേഡ് ബാരിയേഴ്സോ കോട്ടാസോ ഇല്ല. നോ റെസ്ട്രിക്ഷൻ ഓൺ മൂവ്മെൻറ്റ് ഓഫ് കമ്മോഡിറ്റി ബിറ്റ്വീൻ കൺട്രീസ്. എന്താണ് യാതൊരു തടസ്സങ്ങളും ഇല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ 3 അസംഷൻ്റെ ബേസിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, പർച്ചേസിംഗ് പവർ തിയറി മുന്നോട്ട് പോകുന്നത്. Purchasing power parity theory thus states the exchange rate between two countries should be equal to the ratio of identical goods on both countries. This can be represented as എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിൽ എക്സ്ചേഞ്ച് റേറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വന്നത് എന്താ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണത്. രണ്ട് രാജ്യങ്ങളുടെയും ഗുഡ്സിൻ്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അതായത് റെപ്രസെൻറ്റ് ചെയ്യുന്ന താഴെ പറയുന്ന രീതിയിലാണ്. സ്പോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു പ്രൈസ് INR ഡിവൈഡ് പ്രൈസ് $US ഇൻറ്റു 100. INR ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. അതിന് ഡോളറിൻ്റെ പ്രൈസ് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100. ഫോർ എക്സാമ്പിൾ, ഇഫ് 1 kg of sugar cost ₹40 in India and 1 kg of sugar in USA cost 80 cents ട്ടാ, then the purchasing power parity exchange rate would be 50 INR per $US. ഇപ്പം എന്താണ്, ഷുഗറിൻ്റെ വില ഇന്ത്യയിൽ ₹40 കിലോയ്ക്ക്. പക്ഷേ അമേരിക്കയിലാണെങ്കിൽ 1 കിലോയ്ക്ക് എത്ര വരുന്നുണ്ട്, 80 സെൻറ്റ്. അത് ഡോളറിന് താഴെ നിൽക്കണതിൻ്റെ സെൻറ്റ് എന്ന് പറഞ്ഞാൽ 80 സെൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും പർച്ചേസ് പവർ പാരിറ്റി എങ്ങനെ നോക്കാം, നമ്മൾക്ക് സ്പോട്ട് പ്രൈസ് ആണ് നോക്കണം. എങ്ങനെ നോക്കാം, 40/80 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും, 50 INR 50 ഇന്ത്യൻ റുപ്പീസാണ്
$1 ഉള്ളതിന് കിട്ടും. ആബ്സലൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്താണെന്നാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ആബ്സലൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് വൺ പ്രൈസ്, ഒരു പ്രൈസ് മാത്രം വന്നത്. ലൂപ്പ് സ്റ്റേറ്റ്സ് ദാറ്റ് ഐഡൻറ്റിക്കൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് സെൽ ഫോർ ദ സെയിം പ്രൈസ് ഇൻ 2 സെപ്പറേറ്റ് കൺട്രീസ് വൺസ് ദ പ്രൈസ് അറ്റ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ സെയിം കറൻസീസ്. അപ്പോൾ എന്താണ് ലൂപ്പിൻ്റെ ഇതിൽ പ്രകാരം പറഞ്ഞാൽ എന്താണ്, ഒരേ രീതിയിലുള്ള ഗുഡ്സോ സർവീസോ 2 രാജ്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ, 2 രാജ്യങ്ങളിലായിട്ടാണ് വന്നതെങ്കിലും പല പ്രൈസ് വരാം. ദ സെയിം പ്രൈസ് ഇൻ 2 സെപ്പറേറ്റ്, 2 രാജ്യങ്ങളും തന്നെ സെയിം പ്രൈസ് വരാം. വൺസ് ദ പ്രൈസ് ഡിഫറെൻറ്റ് കൺട്രീസ്, എന്താണ് ഒരു പ്രാവശ്യം ആ പ്രൈസ് മാത്രമേ പല രാജ്യങ്ങൾക്കും എന്ത് ചെയ്യും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സെയിം കറൻസിയിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യണത് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. ഏത് രാജ്യമായിക്കോട്ടെ എല്ലാ രാജ്യങ്ങളും എന്തായിരിക്കും ഈ എമൗണ്ട് തന്നെ അല്ലെങ്കിൽ ഈ റേറ്റ് തന്നെ ഫോളോ ചെയ്യണം. ഇഫ് ദർ ഈസ് എ പ്രൈസ് ഡിഫറൻസ്, ഇനി പ്രൈസ് ഡിഫറൻസ് വന്നാലോ ദ എക്സ്ചേഞ്ച് റേറ്റ് വിൽ മൂവ് ഇൻ എ വേ സോ ദാറ്റ് ദ പ്രൈസ് ഇൻ ബോത്ത് മാർക്കറ്റ് വിൽ ബി ദ സെയിം. 2 മാർക്കറ്റിലെയും പ്രൈസ് ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ എ മൊബൈൽ ഫോൺ കോസ്റ്റ് INR, ഇന്ത്യയിൽ 50,000 രൂപയുടെ ഒരു മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത്. അത് സെയിം മോഡൽ 68,000 രൂപയ്ക്കാണ് അവിടെ കിട്ടുന്നത്, USA കിട്ടുന്നത്. സപ്പോസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA ഈസ് INR 0.542 per dollar. അപ്പോൾ നമ്മൾ എന്താണ് നോക്കും, അതിൻ്റെ 50,000/68,000 × 100 നോക്കുമ്പോൾ എന്താണ് 0.542 ആണ് പെർ ഡോളറിന് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഹെൻസ് ദ പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ ഇൻ USA ഈസ് 36,856. അപ്പോൾ റുപ്പീസിലാക്കി നോക്കുമ്പോൾ USA ആ ഫോണിന് എത്ര വരുന്നുള്ളൂ, 36,856 രൂപയെ വരുന്നുള്ളൂ. So all Indians will sell INR and buy USD and purchase mobile phone in USA and sell it in India at price rupees 50,000. For every phone sold in India, the seller get a profit of rupees 13,141 Indian rupees. അപ്പം അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ ഇന്ത്യൻ മൊബൈലും എന്ത് ചെയ്യും, ഇന്ത്യൻസ് എല്ലാം INR സെല് ചെയ്തിട്ട് US ഡോളേഴ്സിന് എന്ത് ചെയ്യേണ്ടു, ഈ US എന്ത് ചെയ്യും മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യും ഇന്ത്യയിൽ വിൽപ്പന എടുത്ത് എത്ര രൂപയ്ക്ക് 50,000. അപ്പോൾ ഇന്ത്യയിൽ വാങ്ങിയ മൊബൈൽ അവിടെ തന്നെ വിറ്റിട്ട് ആ കാശ് കൊണ്ട് അവരെന്ത് ചെയ്യും US ഡോളേഴ്സിന് മൊബൈൽ വാങ്ങും. അമേരിക്കയിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് ഇന്ത്യയിൽ വീണ്ടും അവർ വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ ഒരു ഫോണിന് വെച്ചിട്ട് അവർക്ക് എത്ര രൂപ ലാഭം കിട്ടും എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിൽക്കുമ്പോൾ 13,141 ഇന്ത്യൻ റുപ്പീസ് അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. ദിസ് പ്രോഫിറ്റ് ഈസ് ആർബിട്രേജ് പ്രോഫിറ്റ്. There is further scope for earning arbitrage profit till the price of mobile phone in 2 countries is same. ഇതിന് ആർബിട്രേജ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഈ പ്രവർത്തനം നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, 2 രാജ്യങ്ങളിലെയും മാർക്കറ്റിൽ ആ ഫോണിൻ്റെ വില ഈക്വൽ ആക്കുന്നത് വരെ ഈ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. Transaction cost, import duty, sales tax, cost related to conversion of currency, etc. have been ignored. If this cost included, the arbitrage opportunity may not work. It is to be also pointed out that the mobile phone may not be demanded equally in both countries. The general price level is the same of traded and non-traded goods, and this theory does not cover the non-traded goods is a limitation. Considering all these limitations, the absolute version of purchasing power parity theory will not lead to an equilibrium exchange rate. ഇപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, കോസ്റ്റ് എന്താണ് കറൻസി കൺവേർഷൻ കോസ്റ്റ് ഒന്നും മുഴുവനായിട്ട് അവരെന്താണ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ശരിക്കും വരും. ഇഫ് ദിസ് കോസ്റ്റ് ആർ ഇൻക്ലൂഡ് ഇൻ ദ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി മെ നോട്ട് വർക്ക്. ആർബിട്രേജിൻ്റെ പ്രവർത്തനത്തിൽ എന്താണത് തടസ്സമാകുന്നതാണ് ഈ കോസ്റ്റുകളൊക്കെ. ഇറ്റ് ഈസ് ടു ബി ഓൾസോ പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ മൊബൈൽ ഫോൺ മെ നോട്ട് ബി ഡിമാൻഡ് ഈക്വലി ഇൻ ബോത്ത് കൺട്രീസ്. അതുകൂടാതെ എന്താണ് 2 രാജ്യങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ഡിമാൻഡ് എന്താണ് സെയിം ആയിരിക്കില്ല, ഒരേ ഡിമാൻഡ് തന്നെ ആയിരിക്കണം എന്നില്ല. The general price level is the sum of traded and non-traded goods and this theory does not cover the non-traded goods limitation. അപ്പോൾ ജനറൽ പ്രൈസ് ചില ട്രേഡഡിനും അതുപോലെ നോൺ ട്രേഡ് ഗുഡ്സിനും എന്താണ് ഒരേ രീതിയിലായിരിക്കില്ല. ഇപ്പോൾ നോൺ ട്രേഡ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തിയറി എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്താണ് ഒരു ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. Relative form of purchasing power parity theory. Relative purchasing parity theory states that the change in inflation rate governs the change in exchange rate.
റിലേറ്റീവ് പർച്ചേസ് പാരിറ്റി തിയറി എന്നിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിലുണ്ടാകുന്ന ചേഞ്ച് എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്നത്, രണ്ട് ചേഞ്ചുകളും വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. This version of purchasing power parity theory takes into consideration the chances of market imperfections like transportation cost, tariffs and quotas, price of similar commodities in different countries will not be same when measured in some currency due to these market imperfections. ഇതിലെന്താണ് പറയണത്, മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, താരിഫ് ആൻഡ് കോട്ടേഴ്സ്, പ്രൈസ് ഓഫ് സിമിലർ കമ്മോഡിറ്റീസ് ഡിഫറെൻറ്റ് കൺട്രീസ് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും അവരെടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മാർക്കറ്റ് ഇംപെർഫെക്റ്റഡ് ആയിട്ടെന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. ഒരിക്കലും എന്തായാലും ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കില്ല. വേരിയേഷൻസ് രണ്ട് മാർക്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ഒരിക്കലും എന്തെങ്കിലും ഈക്വൽ ആക്കി നിർത്താമെന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. PPP theory in its relative version state that the change in exchange rate, the period of time should be proportional to the relative change in the price levels in the two countries over the same period. ഈ തിയറി പ്രകാരം പറഞ്ഞ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിൽ എന്താണ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതോരോ ടൈമിനനുസരിച്ചിട്ടാണ്. ആ പ്രൊപ്പോർഷനായിട്ടുള്ള ചേഞ്ച് എന്തിലുണ്ടായിരിക്കും, രണ്ട് കൺട്രീസിൽ ഒരേ സമയത്ത് തന്നെ രണ്ട് രാജ്യത്തും ഉണ്ടാവുകയും ചെയ്യണത്. If 0 refers to the base period and 1 refers to a subsequent period, then relative PPP theory can be expressed as എന്താണ്, ബേസ് പീരീഡ് 0 ആയിട്ട് എടുക്കാം, അതിനെ തുടർന്ന് വരുന്ന പീരീഡ്സ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ PPP തിയറി എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്. E1 ഈസ് ഈക്വൽ ടു വിത്തിൻ ബ്രാക്കറ്റിൽ PA1 ഡിവൈഡ് ബൈ PA0 ഡിവൈഡഡ് ബൈ PB1 ഡിവൈഡ് ബൈ PB0 ഇൻറ്റു E0 എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ E1 ആൻഡ് E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിന് പീരീഡ് 1 ആൻഡ് ദ ബേസ് പീരീഡ് റെസ്പെക്റ്റീവ്ലി. 1ന് എന്താണ് സബ്സിക്വൻറ്റ് പീരീഡ് എന്നും 0ന് ബേസ് പീരീഡ് എന്നാണ് എടുക്കുന്നത്. എക്സാമ്പിൾ, അസ്യൂം ദാറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ USA ഈസ് 5% ആൻഡ് ഇന്ത്യ ഈസ് 7%. ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് US-ൽ 5%ഉം ഇന്ത്യയിൽ 7% എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ PPP theory suggests Indian rupee should depreciate by 2%, which is the difference in inflation rates. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തിയറി പ്രകാരം എന്ത് പറയാം, ഇന്ത്യൻ റുപ്പി എത്ര 2% ഡിപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് രണ്ടും തമ്മിൽ 2% ആണ് എന്തുള്ളത് ഡിഫറൻസ് ഉള്ളത്. ദെൻ ദ എക്സ്ചേഞ്ച് റേറ്റ് വിൽ ബി ₹51 ഈസ് ഈക്വൽ ടു $1. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് 51 രൂപയ്ക്കാണ് ഒരു $1 കിട്ടുള്ളൂ. ഇനീഷ്യലി സെറ്റ് റേറ്റ് വാസ് $US ഈസ് ഈക്വൽ ടു 50 INR. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു $1 എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് പറയാം, 50 INR ആയിട്ട് പറയാൻ പറ്റും. ഹിയർ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ഓഫ്സെറ്റ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് ടു കൺട്രീസ്. ദ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്, ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. രണ്ട് രാജ്യങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ദ consumers should experience no difference in their purchasing power in India and USA. അപ്പോൾ എന്താണ്, കൺസ്യൂമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവരുടെ പർച്ചേസിംഗ് പവർ ഇന്ത്യയിൽ USA-ലായിട്ടെങ്കിൽ യാതൊരു ഡിഫറൻസും ഇല്ല എന്നുള്ളത്. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് വൺ കൺട്രി ഈസ് ഓഫ്സെറ്റ് ബൈ ദ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് കറൻസി ഇൻ ദ അതർ കൺട്രി ഓർ വൈസ് വേഴ്സ. അങ്ങനെ തോന്നാൻ കാരണം എന്താണ്, ഒരു രാജ്യത്ത് കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നായിരിക്കും ആ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ തോന്നാത്തത്, ഡിഫറൻസ് തോന്നാത്തത്. തിയറി സജസ്റ്റ് ദാറ്റ് എ കൺട്രി വിത്ത് ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഷുഡ് ഗോ ഫോർ ഡിവാലുവേഷൻ ഓഫ് ഇറ്റ്സ് കറൻസി റിലേറ്റീവ് ടു ദ കറൻസി ഓഫ് കൺട്രീസ് വിത്ത് ലോവർ ഇൻഫ്ലേഷൻ റേറ്റ്സ്. ഈ തിയറി പ്രകാരം പറഞ്ഞ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഹൈ ആവുകയാണെങ്കിൽ അവിടുത്തെ കറൻസിയാണ് എന്ത് ഡിവാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ കറൻസി എന്ത് ചെയ്യണം, ലോവർ ഇൻഫ്ലേഷൻ റേറ്റ് വരെ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറൻസിയുടെ വാല്യൂവിന് മൂല്യമുണ്ടാവുകയുള്ളൂ. In the above example, if India devaluates currency to 51 INR is $1, Americans will buy more from India, resulting in increasing India's exports and can adjust exchange rate to offset the difference in inflation rates. മുകളിൽ പറഞ്ഞ പോലെയാണ്, എന്നാൽ 51 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു $1 കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും,
കൂടുതൽ എന്ത് ചെയ്യാനാണ് നോക്കണത്? അമേരിക്ക ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാണ് നോക്കണത്. എന്നാൽ ഇന്ത്യൻ രൂപയുടെ വില കുറവാണ്. അപ്പോൾ അവർക്ക് $1 കൊടുത്തിട്ട് 51 രൂപയ്ക്ക് ഉള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടുന്നതിനും അതുവഴി രണ്ട് രാജ്യങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്തെങ്കിലും ഓഫ്സെറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കും. ലാസ്റ്റ് തന്നെ BOP തിയറി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് തിയറി എന്നാണ് പറയണത്. Under free exchange rate system, the exchange rate of the currency of a country solely depend upon balance of payment. ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫോളോ ചെയ്യണതിന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് വന്നത്. When a country has a favorable BOP, currency appreciates. Deficit or unfavorable balance of payment forces currency to depreciate. എന്നാൽ ഫേവറബിൾ BOP ആണെങ്കിൽ കറൻസി എന്ത് ചെയ്യും? വാല്യൂ കൂടും. ഇനി ഡെഫിസിറ്റ് ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അൺഫേവറബിൾ ആണെങ്കിൽ കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിപ്രീസിയേറ്റ് ചെയ്യും. When there is a neutral balance in BOP, currency stay in equilibrium. അപ്പോൾ എപ്പോഴും എന്താണ്? കറൻസി ഒരു ന്യൂട്രൽ ആയിട്ട് എന്താണ്? കൂടുകയും അല്ല എന്നാൽ കുറയുകയും അല്ല, ഫേവറബിൾ അല്ല അൺഫേവറബിൾ, അങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും എന്ത് ചെയ്യണത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിൽക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തിയറി കൺസിഡേഴ്സ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് കറൻസീസ്. എന്താണ്? ഡിമാൻഡ് സപ്ലൈയും കറൻസിയെ നോക്കിയിട്ടാണ് BOP കൺസിഡർ ചെയ്യുന്നത്. The demand for home currency in the foreign market will be much greater than its supply if the home country has a favorable BOP. ഇപ്പോൾ ഒരു രാജ്യത്തിന് ഫേവറബിൾ BOP ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഹോം കറൻസിക്ക് ഫോറിൻ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടായിരിക്കണം, സപ്ലൈകൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഹോം കൺട്രിയുടെ BOP എന്താണ്? ഫേവറബിൾ ആണ്. ഇനി അൺഫേവറബിൾ ആണെങ്കിൽ ഗ്രേറ്റർ ഡിമാൻഡ് വിൽ ബി ഫോർ ദ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിക്കായിരിക്കും എന്ത് വരുന്നത്? ഡിമാൻഡ് കൂടുതലായിട്ട് വന്നത് ഹോം കൺട്രിയിൽ. BOP theory gives a fair explanation of the determination exchange rate as it recognizes the importance of all items the balance of payment account in determine the exchange rate. ഇപ്പോൾ BOP തിയറിയിലൊരു എന്താണ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് കണക്കാക്കുന്നത് നന്നായിട്ട് അവർ എന്താണ് ഫെയർ എക്സ്പ്ലനേഷൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും എന്തൊക്കെ കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. Theory considers the general theory of value by incorporating the demand and supply forces in determining exchange rate. ഈ തിയറി പ്രകാരം ഒരു ജനറൽ തിയറി ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യണത്. BOP theory comes under the purview of general equilibrium theory and also indicate measures for BOP disequilibrium. പിന്നെ BOP തിയറി എന്തിൻ്റെയൊക്കെ കീഴിലാണ് വന്നത്? ജനറൽ ഇക്വിലിബ്രിയം തിയറിയുടെ പർവ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മേൽനോട്ടവും ഉണ്ട്. അതുകൂടാതെ എന്താണ്? BOP ഡിസിക്വിലിബ്രിയം അതും കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത്? ബാലൻസ് ഓഫ് തിയറി പ്രകാരം എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്.